ഒരു 1000 കൂടി എക്സ്ട്രാ എടുക്കാണ്ടാവോ? അവിടുന്ന് പൈസയും കൂടി കിട്ടിയിട്ടില്ല. ഞാൻ ഇത് വേറെ തിരുമറ ചെയ്ത് വെച്ചായിരുന്നു. പിന്നെ എൻ്റെ ആവശ്യത്തിനും വേണ്ടി വിളിച്ചപ്പോൾ തന്നാണ്. അല്ല എന്തിപ്പോ എനിക്ക് അത്യാവശ്യം? അത് പെങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ടൂറ് പോകാനാണ്. നമ്മളിപ്പോൾ പണിയില്ലാത്ത ബുദ്ധിമുട്ടൊക്കെ അവരോട് പറഞ്ഞ്, ഇത് കുട്ടികളല്ലേ, അവർക്ക് പോകണം തന്നെ വാശി. എല്ലാ കുട്ടികളും പോകുന്നുണ്ടെന്നാ പറഞ്ഞു. പിന്നെ ബാപ്പില്ലാത്ത കുട്ടിയല്ലേ, ഞാൻ തന്നെ വേണ്ട ഒപ്പിച്ച് കൊടുക്കാനേ. ഇനിയിപ്പോൾ എന്താണ് ചെയ്യുക? ഈ ഒരു കാര്യം ചെയ്യും, ഇന്ന് ജാരത്ത് നീങ്ങളും ഒപ്പിച്ചാ ഞാൻ നാളെ പോയി നാരായണ കിടത്തരാം. ആയിക്കോട്ടെ. ഇപ്പോഴത്തെ കാലത്ത് ടൂറ് പോകാനും വേണം വലിയ പൈസ. ഏതായാലും ഇവിടെ ഭയങ്കര കൊതുക് അടിക്കുന്നുണ്ട്, നമ്മളാണ് പോവാ. അവിടുന്നുള്ള ആ കൊതുകിന്റെ കടി. അല്ല ഇജ്ജല്ലേ കുറച്ച് നേരത്തെ കൊട്ടവണ്ടിയിൽ അങ്ങോട്ട് പോകണ്ടിന്ന്, ഇപ്പൊ ഇവിടുന്ന് ചാക്കൊക്കെ പിടിച്ചുകൊണ്ട് വരുന്നു. ഞാൻ സ്ക്രാപ്പിന്റെ കടയിൽ കുറച്ച് സാധനങ്ങൾ കൊണ്ടു കൊടുക്കണ്ടായിരുന്നു, അപ്പൊ അത് കൊടുത്താണ്ട് വരിക. അത് സാധനം കുറച്ചൊന്നും അല്ലല്ലോ, ഒരു വണ്ടി അടച്ച് സാധനങ്ങൾ ഉണ്ടല്ലോ. ഇതെന്തേ ഇപ്പൊ എല്ലാം കൂടി പെറുക്കി അടുപ്പിച്ച് കൊണ്ടുപോയി വിൽക്കണ്? ഇല്ലെങ്കിൽ ഇപ്പൊ പണി തുടങ്ങാനാണല്ലോ, ഇപ്പൊ ഇതുവരെ ലീവ് വരുന്നത്. 2 ദിവസം കൂടി കഴിഞ്ഞാലേ തുടങ്ങുള്ളൂ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് പൈസക്ക് ചെറിയൊരു ആവശ്യം. അതിന്റെ ഇപ്പൊ എനിക്ക് ഇത്ര അത്യാവശ്യം? നിങ്ങൾക്ക് അറിയാലോ, ഇപ്പൊ എനിക്ക് ഹോട്ടലിലല്ലേ പണി. ഇപ്പൊ ഇലക്ഷൻ ആയിട്ട് ലീവ് വരുന്നത്. അപ്പൊ മോൾക്ക് സ്കൂളിൽ നിന്ന് ടൂറ് പോകുന്നുണ്ട്. അപ്പൊ ഒരു 1500 രൂപേന്റെ ആവശ്യമുണ്ട്. അപ്പൊ അത് നാളെ തന്നെ കൊടുക്കണം എന്നാ പറയണത്. ഞാൻ അവളോട് കുറേ പറഞ്ഞു നമുക്ക് ഒരുമിച്ച് പോവാ, അതൊന്നും കേൾക്കണില്ല. ഫ്രണ്ട്സാളെല്ലാവരും കൂടിയാണ് പോകണമെന്ന് പറഞ്ഞാൽ വാശി പിടിച്ചപ്പോളേ വീട്ടിൽ കുറച്ച് ചിരട്ടിയും കുറച്ച് അല്ലറ ചില്ലറ വേസ്റ്റ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ട് കൊടുത്താണ്ട് വരും. ഇല്ല, ഒരു 2500 രൂപ കിട്ടുകയും ചെയ്തിട്ടാ. അങ്ങനെ വരവാണ്. അല്ല 5 മണിക്കാരന് ഇപ്പൊ ഇത് പറഞ്ഞാണ്ടല്ലോ എൻ്റെ അടുത്ത് പൈസ വാങ്ങിയത്. അതന്നെ ഒട്ടുമിക്ക ആൾക്കാർ ഇപ്പോഴത്തെ പ്രശ്നം തന്നെ. ഞാൻ ആലോചിക്കുന്നത് അതല്ല, ഇപ്പം നമ്മളൊക്കെ ഇതേപോലെ ഒപ്പിച്ചെങ്ങനെയെങ്കിലൊക്കെ ഒപ്പിച്ച് കൊടുക്കാൻ പറ്റുമല്ലോ. ഇത് രണ്ടിനും കഴിയാത്ത ആൾക്കാരുണ്ടാവില്ല, അവരൊക്കെ എങ്ങനെ ചെയ്യുക? ഈ ചെറിയ കുട്ടികളെ മനസ്സിൽ ഈ പോവാൻ എന്തോത്രം ആഗ്രഹമുള്ള കുട്ടികളുണ്ടാവും. അവരെ കാര്യമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. അതന്നെന്ന് നമ്മൾ ഈ കുട്ടികൾക്ക് സ്കൂളിൽ യൂണിഫോമും അതുപോലെ സർക്കാർ സ്കൂളിൽ ചേർക്കണമൊക്കെ എല്ലാ കുട്ടികളും ഒരുപോലെ വരാൻ വേണ്ടിയിട്ടാണ്. അവരുടെ ഇടയിൽ ഒരു പ്രയാസം തോന്നാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. ഈ ടൂറ് പോകാൻ പറ്റാതെ പെരിയിൽ ഇരിക്കേണ്ടി വരുന്ന കുട്ടികളെ മനസ്സിലെ അവസ്ഥ എന്താണ് ഈ കാര്യം? എന്തൊരു സങ്കടമായിരിക്കും ആ കുട്ടികൾക്ക് അല്ലേ? അപ്പൊ അവരെയും കൂടി കൊണ്ടുപോകാൻ എന്തെങ്കിലും ഒരു സംവിധാനം എല്ലാവരും കൂടെ വിചാരിച്ചിട്ടുണ്ടാവൂലേ? അത് നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. നാട്ടുകാരും മാഷന്മാരും ഒരുപോലെ വിചാരിച്ചാൽ മതി. തുല്യത എല്ലാവർക്കും വേണമല്ലോ. എന്ത് തുല്യത? തുല്യത എന്നൊക്കെ പറയുന്നത് എഴുതാനും പ്രസംഗിക്കാനും പറ്റും, അല്ലാതെ എവിടെ തുല്യത? ഇപ്പം ഈ ഒരു ഐഡിയ പറഞ്ഞു തന്നെ എൻ്റെ കുട്ടിയാണ്. എൻ്റെ കുട്ടീനോട് പറഞ്ഞാൽ എന്താണെന്നറിയാം, ഇതിന്ന് കൂടുതൽ പൈസ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവളെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവളെയും കൂടി കൊണ്ടുപോകാനേ പൈസ ഉണ്ടാവുമെന്നാണ്. ഈ കുട്ടികളൊക്കെ മാഷിമാർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരുമെന്നാവാം. എന്നാൽ ഞാൻ പോട്ടെന്നാലേ.